നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏത് ഓപ്പോൾ? ഓപ്പോൾ അല്ല. പിന്നെ നീ ഇപ്പൊ ഓപ്പോൾ എന്ന് പറഞ്ഞതോ? ഓപ്പോൾ എന്നല്ല, ഓപ്പോ വരെ ശരിയാ. അത് കഴിഞ്ഞ് ഒരു അക്ഷരം കൂടിയുണ്ട്. ആ ഇൻ. ഓപ്പോൺ. ഓപ്പോണോ? ഓപ്പോൺ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് അല്ലേ? ഓപ്പോൺ എന്നാണോ ഓപ്പൺ എന്നാണോ? ഓപ്പൺ. ഓപ്പൺ ഓപ്പൺ എന്നാ പറഞ്ഞേ. ഓപ്പൺ. നീ ബോക്സിംഗ് എന്ന് ഓപ്പൺ. That means it asks itself to be opened. ഓപ്പൺ എന്ന് പറഞ്ഞ എന്താ വിശാൽ സർ? എന്ന് പറഞ്ഞാ തുറക്കാന്നർത്ഥം. എന്നാ തുറന്നു നോക്കൂ സർ, അതിനുള്ളിലെ രഹസ്യം എന്താണെന്ന് അറിയാലോ. മാജിക് ബോക്സ് ഓപ്പൺ എന്ന് പറഞ്ഞു. ഇതിപ്പോ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണല്ലോ മുത്തപ്പ. വയസ്സിൽ ഇളയവനാണെങ്കിലും ഗായത്രി അമ്മയുടെ മകന് മുന്നിൽ അല്പനേരം നിൽക്കുന്നതിൽ തെറ്റില്ല. എന്താ പറഞ്ഞേ? എന്റെ അമ്മയെ അറിയാന്നോ? ഗായത്രി അമ്മയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതുകൊള്ളാം. ഈ പട്ടണത്തില് ഗായത്രി അമ്മയെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ വിശാൽ സാർ? എത്രയോ പാവങ്ങളെ സഹായിച്ച് അവർക്കൊരു നല്ല ജീവിതം കൊടുത്ത ദേവതയാ ഗായത്രി അമ്മ. എടാ, ആ ചന്ദ്രേട്ടനില്ലേ, കണ്ണു കാണാത്ത, അയാൾക്ക് ഈ ബോക്സിലൊന്ന് തൊട്ടു നോക്കണമെന്ന്. എന്തിന്? ഈ ബോക്സിനെ പറ്റി അയാൾക്ക് എങ്ങനെ അറിയാം? അതൊന്നും എനിക്കറിയില്ല. നിനക്കും അറിയില്ലേ പാർവതി? ഞാൻ ഈ ബോക്സിനെ പറ്റി പറഞ്ഞപ്പോ ഒന്ന് തൊട്ടു നോക്കണമെന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ. വിശാൽ സാർ എന്താ ഈ ആലോചിക്കുന്നേ? ആ രഹസ്യം അറിയണമെന്ന് സാറിനും ആഗ്രഹമില്ലേ? അറിയണം പാർവതി. മാജിക് ബോക്സ് ഓപ്പൺ ഓപ്പൺ എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ അത് കുഴപ്പമാണ്. ഇത് ചൂടോടെ ചേച്ചി അറിയിക്കണം. ഈ ബോക്സ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോ ശബ്ദം നിലച്ചുപോയിന്നല്ലേ പറഞ്ഞത്? അതായത് ഞാനിത് ഓപ്പൺ ആക്കരുത് എന്നല്ലേ ഇതിന്റെ അർത്ഥം? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇനി എപ്പോഴാ ഇത് ശബ്ദിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുവരെ ഇതെന്റെ റൂമിലിരിക്കുന്നത് ഉചിതമല്ല. ഇവിടെ ഇരുന്നാ ഇത് നശിപ്പിക്കപ്പെടുമെന്ന് തോന്നിയോണ്ടല്ലേ നീ ഇത് ചെറിയമ്മയെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ 3 പേരുടെയും കയ്യിലല്ലാതെ മറ്റൊരാളെ ഇത് ഏൽപ്പിക്കണം. അതെങ്ങനെ ഏൽപ്പിക്കും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പെട്ടിയല്ലേ? അത് മറ്റാരുമല്ല, നിന്റെ മുത്തശ്ശനെ ഏൽപ്പിക്കണം. മുത്തശ്ശൻ? ചന്ദ്രേട്ടനെ. അവിടെയാവുമ്പോ മറ്റാരും ആ മുറിയിലേക്ക് കയറില്ല. അവിടെ ഇത് സുരക്ഷിതമായിരിക്കും. അത് നേരാ വിശാൽ സാർ പറഞ്ഞത്. അമ്മയ്ക്കും ആന്റിക്കും അങ്കിളിനും ഒക്കെ അദ്ദേഹത്തോട് വളരെ പുച്ഛവും ദേഷ്യവും ഒക്കെയാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇത് ചന്ദ്രേട്ടന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന്. ശരി സർ. പിന്നെ ഇന്നുകൂടി നീ ഇത് വെച്ചേക്ക്. അല്ല, ഇടയ്ക്കെങ്ങാൻ ഇത് ഓപ്പൺ എന്ന് പറഞ്ഞാല്. ശരി. ചന്ദ്രശേഖരൻ വെറുതെ ആ മാജിക് ബോക്സ് തൊട്ടു നോക്കണമെന്ന് നിർബന്ധം പിടിക്കില്ല. ഈ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് അയാൾക്ക് നന്നായി അറിയാമായിരിക്കും. അയാളിലൂടെ വേണം എല്ലാ രഹസ്യങ്ങളുടെയും മറ നീക്കാൻ. ജാസ്മിൻ അതിന് ഈ വീട്ടിലെ മരുമോൾ ആയിട്ടില്ലല്ലോ. ആദ്യം അതാവട്ടെ, എന്നിട്ട്
ഈ വീട്ടിൽ വരുന്ന അതിഥികളോടെല്ലാം പറയാം പോരെ? വീട്ടിൽ വന്ന ഗസ്റ്റിന് മുന്നിൽ വെച്ച് ഇനി ഒരു വാക്ക് തർക്കം വേണ്ട. പല്ലവി റെസ്റ്റ് എടുക്കട്ടെ. വിഷ്, ഈടായിട്ട് ഞങ്ങളെ അന്യരെ പോലെയാ നീ കാണുന്നത്. നീ ഇപ്പൊ ഒരുപാട് മാറിപ്പോയി വിഷ്. മാറ്റം മനുഷ്യന് അനിവാര്യം ആന്റി. അതാർക്കും തടയാൻ കഴിയില്ലല്ലോ. സിറ്റുവേഷൻസ് മനുഷ്യരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ വീട്ടിൽ അതിനൊരു കുറവുമില്ലല്ലോ. ലക്ഷണം കണ്ടിട്ട് ഇവള് കുറച്ചു നാളിവിടെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പൊ ഇവൾ അറിഞ്ഞോളും ഈ നിൽക്കുന്ന ജാസ്മിൻ ആരാണെന്ന്, ഞാൻ ആരാണെന്ന്. അന്ന് ഇവൾ ഈ നെഗളിച്ചതിനൊക്കെ ഞങ്ങളുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കും, ചോദിച്ചിരിക്കും. അല്ല, പല്ലവി വന്ന കാലത്ത് തന്നെ നിൽക്കല്ലേ? പല്ലവി പോയിന്ന് ഫ്രഷ് ആവട്ടെ. വിപിൻ, ആ ഗസ്റ്റ് റൂം ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. പല്ലവി, വിപിൻ, ഗസ്റ്റ് റൂം എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാനല്ലേ പറഞ്ഞത്? നീ എന്തിനാ കൂടെ പോകുന്നത്? അയ്യോ, ഗസ്റ്റിനൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാന്ന് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. അല്ലാതെ മറ്റൊന്നും എന്റെ മൈൻഡിലില്ല. എന്നെ തെറ്റിദ്ധരിക്കല്ലേ പ്ലീസ്. വിപിനെ ഇങ്ങ് തരൂ, ഞാൻ പല്ലവിക്ക് മുറി കാണിച്ചു കൊടുക്കാം. മോളെ വാ. ആരാത്? പ്രതാപനാണോ? ആ ചേച്ചി, ഞാന്. എന്താ ഈ സമയത്ത് ഇവിടെ? സാധാരണ ഈ നേരത്തെ 2 പെഗ് അടിച്ച് മുകളിലിരിക്കാറാണല്ലോ പതിവ്. കോമഡി പറയാൻ പറ്റിയ സമയം. വെള്ളരിക്കും വെട്ടി കണ്ണി വെച്ചോണ്ട് കിടന്നോ? അറിഞ്ഞോ, ആ മാജിക് ബോക്സ് സംസാരിച്ചു തുടങ്ങി. മിക്കവാറും നമ്മുടെ അവസ്ഥ ഈ വെള്ളരിക്ക പോലെ ആവും. നീ എന്താ പറഞ്ഞത്? മാജിക് ബോക്സ് സംസാരിച്ചു തുടങ്ങിയെന്നോ? സത്യമാണോ ഈ പറയുന്നത്? അതോ നിനക്ക് തോന്നിയതാണോ? എന്റെ തോന്നലല്ലേ ചേച്ചി, ഞാൻ ഈ 2 കണ്ണും കൊണ്ട് കണ്ടതാ. ആ മാജിക് ബോക്സ് സംസാരിച്ചു. വിഡിത്തം പറയല്ലേ പ്രതാപ. മാജിക് ബോക്സ് എങ്ങനെയാ സംസാരിക്കുന്നത്? ബോധമില്ലാതെ ഓരോന്ന് എഴുന്നള്ളിച്ചോണ്ട് വന്നോളും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. അതെ, മാജിക് ബോക്സ് സംസാരിച്ചു എന്ന് ഞാൻ പറഞ്ഞതേ തട്ടുപൊളുപ്പൻ സിനിമാ ഡയലോഗ് 1.5 പേജ് പറഞ്ഞു എന്നല്ല. പിന്നെ എന്താണാവോ സംസാരിച്ചത്? ഒന്ന് വേഗം പറഞ്ഞു തുലയ്ക്കാവോ? അത് ഓപ്പൺ 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 ഇതാ സംസാരിച്ചത്. കുഴപ്പമാവോ ചേച്ചി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.